ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം എ പോസ്റ്റീരിയർ എസ്റ്റിമേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മാപ്പ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പ്രയർ നോളജും ഒബ്സർവ്ഡ് ഡേറ്റയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ മാക്സിമം എ പോസ്റ്റീരിയർ എസ്റ്റിമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ബേസ് തിയറം ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ബേസ് തിയറം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പി ഓഫ് ഡേറ്റ തീറ്റ, അതായത് പ്രോബബിലിറ്റിയാണ്, ഇൻറ്റു പി ഓഫ് തീറ്റ. അതെന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റിയാണ് പി ഓഫ് തീറ്റ എന്ന് പറയുന്നത്. ഇനി പി ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് എവിഡൻസ്, അല്ലെങ്കിൽ നമുക്കുള്ളൊരു നോർമലൈസിങ് കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ പി ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കിനും അത്യാവശ്യം എല്ലാം ക്ലിയർ ആവും. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഫുട്ബോൾ പ്ലെയർ ടേക്സ് 9 ഷോട്ട്സ് ആൻഡ് സ്കോർസ് 2 ഗോൾസ്. ഇനി പോസിബിൾ വാല്യൂസ് ഓഫ് തീറ്റാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂസിൽ വേണം നമ്മൾ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട്. പ്രയർ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 9 ഷോട്ട്സ് എടുത്തു. അങ്ങനെ ആകുമ്പം എന്നിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം. എൻ എന്ന് പറയുന്നത് 9 ആണ്. 2 തവണ ഗോൾ എടുത്തു. എത്ര ഗോൾ മിസ്സായിട്ടുണ്ടാവും? അപ്പം 9 - 2 ചെയ്താൽ നമുക്ക് കിട്ടും മിസ്സായ ഗോൾസിൻ്റെ എണ്ണം 7. ഇനി നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ്റെ ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾക്കറിയാമല്ലോ ഡേറ്റാസ് എഴുതുന്നത്. നമ്മുടെ ഒബ്സർവ്ഡ് ഡേറ്റാസ് 2 സ്കോർ ചെയ്തു, 7 മിസ്സായി. പിന്നെ നമ്മുടെ തീറ്റ വാല്യൂ ഈക്വൽ ടു എൻ ഓഫ് എക്സ്. ഇവിടെ എൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 9. എക്സ് എന്ന് പറയുന്നത് 2. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എസ് തന്നെയാണ്. അവിടെ ഹെഡ്സ് ആണെങ്കിൽ ഇവിടെ സ്കോർ റേസ് ടു അല്ല. ഇനി നമ്മുടെ തീറ്റ റേസ് ടു. തീറ്റ ഇവിടെ എത്രയാണ്? 0.2 റേസ് ടു എക്സ്. എക്സിൻ്റെ വാല്യൂ 2 ആണ്. 1 മൈനസ് തീറ്റ 0.8 റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പോൾ എത്ര വരും? 7. 9C2 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ 36 ഇൻറ്റു 0.2 റേസ് ടു 2 ഇൻറ്റു 0.8 റേസ് ടു 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.3019 എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത തീറ്റ വാല്യൂ 0.4 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 0.4 ഇട്ട് ചെയ്യുക. ഇതെല്ലാം സെയിം തന്നെയായിരിക്കും. 9 ഓഫ് 2ഉം റേസ് 2ഉം ഒന്നും ചേഞ്ച് ആവില്ല. ഈ വാല്യൂസ് ആയിരിക്കും മാറുന്നത്. തീറ്റ അനുസരിച്ച് ഇവിടുത്തെ തീറ്റയും മാറും. 1 മൈനസ് തീറ്റയിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എന്ത് വരും? 0.4 റേസ് ടു 2, 0.6 റേസ് ടു 7. 1 മൈനസ് 0.4 നമുക്കറിയാം 0.6. സിമ്പിൾ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര കിട്ടും? 0.1612. ഇനി ലാസ്റ്റ് 0.6ൻ്റെ വാല്യൂ കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 36 ഇൻറ്റു 0.6 റേസ് ടു 2 ഇൻറ്റു 0.4 റേസ് ടു 7 ഈസ് ഈക്വൽ ടു 0.0212. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി വേണം നമ്മൾ പോസ്റ്റീരിയർ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കിട്ടിയതൊക്കെ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈക്ലിഹുഡിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ലൈക്ലിഹുഡ് വാല്യൂ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലൈക്ലിഹുഡ് വാല്യൂയിലേക്ക് നമ്മൾ ഇത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0.2 വന്നപ്പം ഇങ്ങനെ ഒരു ടേബിൾ വരച്ച് വേണം നമ്മൾ ഫൈനൽ ആൻസർ എഴുതാൻ. എന്നാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ലൈക്ലിഹുഡ് വാല്യൂ എത്രയാണ്? 0.2ൻ്റെ 0.3019 നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. 0.4ൻ്റെയോ 0.1612. 0.6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0212. തീറ്റ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ലൈക്ലിഹുഡ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. പ്രയർ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്. ഇനി പോസ്റ്റീരിയർ സ്കോർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ലൈക്ലിഹുഡ് ഇൻറ്റു പ്രയർ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് പോസ്റ്റീരിയർ സ്കോർ കിട്ടും. ലൈക്ലിഹുഡ് ഇൻറ്റു പ്രയർ വാല്യൂ ഈക്വൽ ടു പോസ്റ്റീരിയർ സ്കോർ. ഇതപ്പം ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെഴുതാം. 0.3019 ഇൻറ്റു 0.50 ചെയ്യുമ്പോൾ നമുക്ക് 0.1509 കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.0483 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റ് 0.04 എന്ന് കിട്ടും. ഇനി ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിൽ നമ്മൾ അനലൈസ് ചെയ്യുക ഏതാണ് ബിഗർ വൺ.
0.15 ആണ്. ഇതെല്ലാം 0.04 0.004 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഏതായിരിക്കും? ഫസ്റ്റ് വൺ ആയിരിക്കും ആൻസർ. ഈ ഫസ്റ്റ് പോസ്റ്റീരിയർ, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ലാർജർ പോസ്റ്റീരിയർ സ്കോറിൻ്റെ തീറ്റ വാല്യൂ എത്രയാണെന്ന് നമ്മൾ നോക്കണം. തീറ്റ വാല്യൂ എത്രയാണ്? 0.2. അപ്പം തീറ്റ മാക്സിമം ഓഫ് മാക്സിമം എ പോസ്റ്റീരിയർ എസ്റ്റിമേഷൻ്റെ വാല്യൂ എത്ര വരും? 0.2. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എളുപ്പമല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോയിൽ നമുക്ക് ഒത്തിരി ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കിലെയും 2 എക്സാമ്പിൾ വെച്ച് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.